നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മളത് കാണാറില്ല, അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശക്തി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടെത്താനും ആരുടെയും ഒരു സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത്. അപ്പം നമുക്ക് ഒരുമിച്ച് ആഴങ്ങളിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സിലാകും, നമുക്ക് നമ്മൾ മാത്രമേയുള്ളൂ. ഈ ഒരു വാചകം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒന്നായിരിക്കും, അല്ലേ? നമുക്ക് തോന്നും നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്, എന്താവശ്യത്തിനും ഓടിയെത്തുമെന്നൊക്കെ. പക്ഷെ ശരിക്കും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. അവസാനം നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. അതെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ചിലപ്പോൾ അതൊരു വേദനയായിരിക്കാം, പക്ഷേ അതൊരു വലിയ പാഠം കൂടിയാണ്. നമ്മളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു വലിയ സത്യം. ഇനി നിങ്ങളോട് തന്നെ ഈയൊരു ചോദ്യമൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളൊന്ന് വീണുപോയാൽ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടാൽ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക? ആരൊക്കെ ആവും കൂടെയുണ്ടാവുക? അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം, എല്ലാവരും നമ്മളെ സഹായിക്കാനായി ഓടി വരുമെന്ന് അങ്ങനെയങ്ങ് വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ പലപ്പോഴും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നിങ്ങളങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ ചിലര് വെറുതെ നോക്കി നിൽക്കും. ചിലപ്പോൾ അവർക്ക് സഹതാപം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൗതുകം. പക്ഷേ അവർ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന് കരുതണ്ട. ഇനി വേറെ ചിലരുണ്ട്. അവർ നിങ്ങളെപ്പറ്റി സംസാരിക്കും. നിങ്ങളുടെ വീഴ്ചയെപ്പറ്റി, നിങ്ങളുടെ ആ അവസ്ഥയെപ്പറ്റിയൊക്കെ അവർ നാട്ടുകാരോട് മുഴുവൻ ചർച്ച ചെയ്യും. പക്ഷെ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാനേ പറ്റില്ല. അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു കഠിനമായ സത്യം അത് ഇതാണ്: നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുപക്ഷേ ആരും തന്നെ വന്നില്ലെന്ന് വരും. ആ ഒരു നിമിഷം ശരിക്കും നമ്മൾ ഒറ്റയ്ക്കായ പോലെ തോന്നും. നോക്കൂ, ഇവിടെ രണ്ട് ചിത്രങ്ങളുണ്ട്. ഒരു വശത്ത് നമ്മൾ വീഴുമ്പോൾ പിടിക്കാൻ ഒരുപാട് പേരുണ്ടെന്നുള്ള നമ്മുടെ ഒരു തോന്നൽ, ഒരു ഇല്യൂഷൻ. മറുവശത്തോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ യാഥാർത്ഥ്യം, ആ ഒരു തിരിച്ചറിവില്ലേ? അതായത് അവസാനം വരെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവ്. അതാണ് ശരിക്കും ആത്മവിശ്വാസത്തിലേക്കും ആത്മബഹുമാനത്തിലേക്കുമുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനെയാണ് നമ്മൾ സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തി സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം. അപ്പോ ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് നമ്മൾ എന്തു പാഠമാണ് പഠിക്കേണ്ടത്? എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? നിങ്ങൾ തന്നെയാണ് നിങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടത്. ഓർക്കുക, ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ആ ഒരു ശക്തിയുണ്ടല്ലോ, അത് വേറെ എവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ഒരു ചിന്തയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഊർജം. അതിന് ശരിക്കും രണ്ട് ഘട്ടങ്ങളുണ്ട്.